വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ഇനി വിലാപസ്വരമോ കഠിനവേദനയോ നിലവിളിയോ ഇവിടെ കേൾക്കയില്ലെന്ന് ഞങ്ങളോട് അരുൾ ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വ കാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരുത്തുകയില്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിന്ന് നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവാൻ കർത്താവെ, ഞങ്ങളെന്ന് വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ജെറുസലേമിനെക്കുറിച്ച് ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾ ഭവനങ്ങൾ പണിത് വാസം ഉറപ്പിക്കുമെന്നും മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിക്കുമെന്നും അവയുടെ ഫലം ഭക്ഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ ദിവസത്തെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തും. കർത്താവെ, അങ്ങയെ ഞാൻ എന്നേക്കും പാടിപ്പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന സങ്കീർത്തന വചനങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവെ, നന്മയല്ല ഞങ്ങൾ പലപ്പോഴും അന്വേഷിച്ചിട്ടുള്ളത്, എന്നാൽ ഇന്ന് അങ്ങ് ഞങ്ങളോട് അരുൾ ചെയ്യുന്നു, തിന്മയല്ല നന്മയെ അന്വേഷിക്കുവാൻ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ പറയുന്ന പോലെ അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്. കാരുണ്യവാനായ കർത്താവെ, ഇന്നേ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവെ, രാജസേവകൻ തൻ്റെ മകൻ രോഗബാധിതനായിരിക്കുന്നു, അങ്ങ് വന്ന് സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ യേശു പറയുന്നുണ്ട്, കർത്താവെ, എൻ്റെ മകൻ മരിക്കും മുമ്പ് അങ്ങ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ചുകൊണ്ട് അവൻ പോയി. അവൻ്റെ മകൻ ആ സമയത്ത് സൗഖ്യപ്പെട്ടു എന്ന് അരുൾ ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിത്യം ശ്രവിച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുന്ന അങ്ങയുടെ മുമ്പിൽ രോഗികളായിട്ടുള്ള എല്ലാവരെയും ഇന്ന് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങൾ രോഗികളായി കഴിയുന്നവരെയും രോഗത്തിൻ്റെ അസ്വസ്ഥ മൂലം ക്ലേശിക്കുന്ന എല്ലാ രോഗികളെയും ഇന്ന് കർത്താവെ നീ തൊട്ട് സുഖപ്പെടുത്തണമേ. അങ്ങയുടെ തിരുമുമ്പിലതാ അവരെ എല്ലാം സമർപ്പിക്കുന്നു. നീ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വരൻ്റെ അനുഗ്രഹം ഞങ്ങൾ വന്നണഞ്ഞ് എന്നും നിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞനുഗ്രഹിക്കണമേ.